നമസ്കാരം. എസ്കേ ഫ്രം സിറ്റീസ് ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിതാ വീണ്ടും ഹരിയേട്ടും സാവിത്രി പിള്ളേർ ഞങ്ങളെല്ലാവരും കൂടി വീണ്ടും അടുത്തൊരു വീക്കെൻഡ് ട്രിപ്പിന് ഇറങ്ങിയിരിക്കുകയാണ്. ട്രിപ്പ് ഒന്നുമല്ല, ആക്ച്വലി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ. നമ്മൾ ചൈനീസ് ന്യൂ ഇയർ ആണ് ഇപ്പം കഴിഞ്ഞ ആഴ്ച. അപ്പോൾ അതിൻ്റെ ആഘോഷങ്ങൾ തൊട്ടടുത്ത് ബോക്സിൽ നടക്കുന്നുണ്ട്. അവിടെ പോയിട്ട് അതൊക്കെ ഒന്ന് കാണാനാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ബാക്കി ബോക്സിലേക്ക്. നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഞങ്ങൾ താമസിക്കുന്നത് ലബാനത്താണെങ്കിലും ലബാനിൽ നിന്ന് ബോക്സിലേക്ക് ഒരു 1 കിലോമീറ്റർ 1.25 കിലോമീറ്റർ അത്രയേ ഉള്ളൂ ദൂരം. നമുക്ക് നടന്ന് വാക്കബിൾ ഡിസ്റ്റൻസാണ്, നടന്ന് പോവാം. അപ്പോൾ ഇന്ന് വിചാരിച്ചു ഇന്ന് നല്ല ചൂടുള്ള ദിവസമാണ്, പക്ഷേ നല്ല വൈകുന്നേരമായി. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ നടന്ന് അല്ലേ എല്ലാവരും കൂടി നടന്നിട്ട് അവിടെ പോയി ഇന്നത്തെ അവിടുത്തെ ഫെസ്റ്റിവലൊക്കെ ഒന്ന് കണ്ട് എന്തൊക്കെയാണ് നടക്കണേ അറിയില്ല. നമ്മൾ കഴിഞ്ഞ കൊല്ലം സിറ്റിയിലായിരുന്നപ്പോൾ അവിടെ ലിറ്റിൽ കോളിൻസിൽ ഇതുപോലെ ഒരു ഈ ചൈനീസ് ന്യൂ ഇയർ നന്നായി ആഘോഷിക്കുന്ന ഒരു സ്ഥലമാണ്. കുറേ അത്തരം ഷോപ്പുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ കൊല്ലമാണ് ഞാൻ ഈ ഡ്രാഗൺ ഡാൻസൊക്കെ ആദ്യമേ കണ്ടത്. അപ്പോൾ ഇന്ന് ഇക്കൊല്ലം ഇവിടെ ബോക്സിൽ കുറേ ആഘോഷങ്ങളുണ്ടെന്ന് കേട്ടു നമ്മൾ നെറ്റിൽ. അപ്പോൾ അവിടെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് വിശദമായിട്ട് അറിയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഈ കാണുന്നത് മറൂണ്ട ഹൈവേ വൈറ്റ് ഹോഴ്സ് റോഡ്. അപ്പോൾ ഇതിനെ നമ്മൾ സ്ട്രെയിറ്റ് നേരെ നടന്നാൽ മതി. നമ്മളിപ്പോൾ ആളുകൾ നടക്കണ സ്ഥലത്ത് കൂടെ ആ ഭാഗത്ത് കൂടെ നടക്കണം. നേരെ നടന്നു കഴിഞ്ഞാൽ ബോക്സിലേക്കാണ് എത്തുക. അപ്പോൾ മാർക്കറ്റ് ഉണ്ട്, ബോക്സിൽ നല്ലൊരു മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ സാധാരണ ഞങ്ങൾ ഇടയ്ക്ക് ബോക്സിൽ മാർക്കറ്റിൽ പോകാറുണ്ട് സാധനങ്ങൾ വാങ്ങാൻ. പ്രത്യേകിച്ച് പച്ചക്കറിയൊക്കെ ആകുമ്പോൾ ഫ്രഷ് ആയിട്ട് നമുക്ക് അവിടുന്ന് വാങ്ങിക്കുമ്പോൾ ഒരു സുഖമാണ്. മറ്റത് കോൾസിലോ വോളീസിലോ പോകുമ്പോൾ കിട്ടും, പക്ഷേ എന്നാലും മാർക്കറ്റ് പോകുമ്പോൾ കുറച്ചും കൂടി വിലയും കുറവാകും, നമുക്ക് കുറച്ചും കൂടി വെറൈറ്റി ഉണ്ടാവും, കൂടുതൽ സാധനങ്ങളുണ്ട്. അതിപ്പോൾ ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും കുറേ കിട്ടും. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് പോലുണ്ട് ഈ ഒരു വഴി കൂടെ. നമുക്ക് ഇങ്ങനെ പോകാൻ മാത്രമല്ല, ലബാനത്തിൽ നിന്ന് ട്രെയിൻ കയറി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റോപ്പാണ് ഇവിടെ. അതല്ലെങ്കിൽ ബസ്സുണ്ട്. അപ്പോൾ ബസ്സിൽ കയറിയാലും സുഖമായിട്ട് അവിടെ എത്തും. പക്ഷേ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു ഇത്ര കുറച്ച് ദൂരമേ അപ്പോൾ നടക്കാമെന്ന്. ഇതുവരെ നമ്മൾ ഇതിൻ്റെ പ്രാമൊക്കെ എടുത്തതാണ്, ഇത് നടക്കുന്നുണ്ടാവില്ല വിചാരിച്ചിട്ട്. പക്ഷേ ഇതയാ നമ്മുടെ ഇത് കുട്ടിയാണല്ലോ, ആദ്യം കാര്യമായിട്ട് അതെ ഇത് നടക്കാൻ വയ്യ. അതിൽ കയറി ഇരുന്നപ്പോൾ പറഞ്ഞു നടക്കണമെന്ന്. നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു നടക്കാൻ വയ്യ, അമ്മ എടുക്കൂ ഇതേ തോളത്ത് കയറി അയച്ചേട്ടാ. എന്നിട്ട് സോപ്പ് ചെയ്തിട്ട് തോളത്ത് കയറി ഇരിക്കപ്പോൾ ഇവിടെ അവർക്ക് ഇതൊരു അത്ഭുതമായിരിക്കും കേട്ടോ. കാരണം ഇവിടെ കുഞ്ഞി പശുക്കുട്ടിയുണ്ട്, ആടുകളുണ്ട്, ഒരു 2-3 പന്നിക്കുട്ടികളുണ്ട്, കുറച്ച് ഷീപ്പ് ചെമ്മരിയാട് 2 കൊല്ലത്തിനുണ്ട്, കുറച്ച് താറാവുണ്ട്. എല്ലാത്തിനെയും ഒരു കൂട്ടിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ അതിനെ പോയി കാണാനും തൊടാനൊക്കെ ഒരു അവസരം. ഈ ഭാഗത്ത് കുറേ സ്റ്റോളുകളുണ്ട്, ഭക്ഷണത്തിൻ്റെ ഉണ്ട്, അല്ലാണ്ട് കുറേ കളിക്കാനുള്ള സംഭവങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ കുഞ്ഞു കടകൾ. നമ്മൾ പൂരത്തിന് പോകുമ്പോൾ ഉണ്ടാവില്ലേ, പൂരപ്പറമ്പ് പോലെ. അങ്ങനെ നമ്മൾ പൂരത്തിനൊക്കെ കുറേ റൈഡ്സ് ഒക്കെ ഉണ്ടാവില്ല, അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ വന്നു. ഈ ഒരു സ്ഥലത്ത് കുറേ തരത്തിലുള്ള റൈഡ് ഉണ്ട്. നമ്മുടെ കുഞ്ഞ് യന്ത്രോഞ്ഞാലും കുട്ടികൾക്ക് ഇരിക്കണ കുഞ്ഞു വട്ടത്തിലുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതിനെ എന്തായാലും ഒരെണ്ണത്തിൽ ഇരുത്താച്ചിട്ടാണ്. ഇതും ഉണ്ട്, ശ്രീകുട്ടനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഏതെങ്കിലും ഒരു റൈഡിൽ കയറട്ടെ. അങ്ങനെ നമ്മുടെ ടീംസ് തുടങ്ങിയിട്ടുണ്ട് റൈഡ്. സ്പീഡ് കൂടുന്നുണ്ട്.
അങ്ങോട്ട് വരും. ഇവിടെ ഈ ലൂണാർ ഇയറിൽ, അതായത് ഇവർക്ക് എങ്ങനെ വെച്ചാൽ ഓരോ കൊല്ലം ഓരോ ആനിമൽസാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു സിമ്പിളായിട്ട് ഉണ്ടാവും. ഈ കൊല്ലം 2025 സ്നേക്കാണ്. അപ്പോൾ നമ്മൾ ഡേ കെയറിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടേ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് ചെയ്യിച്ചായിരുന്നു ഈ ഒരു ചൈനീസ് ന്യൂ ഇയറായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അതുകൊണ്ടൊരു പരിചയമുണ്ട്. നമുക്കിനി എന്തായാലും വരാൻ പോകുന്നതൊരു ഡ്രാഗണോ സ്നേക്കോ എന്തിൻ്റെ ഒരു ഡാൻസാണ്. കുറേ പേര് കുറേ സംഭവങ്ങൾ പിടിച്ചാണ് പോകുന്നുണ്ടോ. അപ്പോൾ ഇനി അതാണ് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അടുത്ത പരിപാടി. എന്തൊരു തിരക്കാ അവിടെ. ഇപ്പോൾ കുറച്ചും കൂടി വെയിലൊക്കെ അറിയുണ്ട്, ആളുകളൊക്കെ ഇങ്ങനെ മെല്ലെ വരാൻ തുടങ്ങി. അതോടെ നല്ല തിരക്കായി. ഇനി ആ ഡ്രാഗൺ ഡാൻസ്, അതാണ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ന്യൂ ഇയർ ഫെസ്റ്റിവൽ ബോക്സിലൊക്കെ ഇവിടെ നല്ല രസമുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളിലേക്കൊന്ന് പോകാം, നടക്കാം. കുറേ ചൈനീസ് കുടകളൊക്കെ മറ്റേ മോളിൽ നിന്ന് താഴേക്ക് നോക്കിയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കട്ടെ അതിന് മുമ്പിൽ എന്നിട്ട്. നല്ല ഫോട്ടോസ് ആയിരിക്കും കേട്ടോ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ. നല്ല സൈഡിൽ ഇങ്ങനെ നിറയെ ലൈറ്റ് വെക്കുമ്പോഴേ കുറേ ലാൻഡേൺസ് ഉണ്ട്. മ്യൂസിക്കും അതൊക്കെ ഉണ്ട്. കുറെ ആളുകളും ആകെ തിക്ക് തിരക്കും ബഹളമാണ്. പക്ഷെ എനിക്ക് ഒരു പൂരം ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. ആകെ തിരക്കും ആ ഒരു ബഹളവും. നമ്മളിപ്പോ തൃശ്ശൂർ പൂരത്തിലെ എക്സിബിഷൻ എല്ലാ കൊല്ലം സെയിം സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടാവുക, പക്ഷെ പിന്നെയും പോണ പോലെ. അപ്പൊ ഇതൊരു രസം. ഇവിടെ വന്നിട്ട് അങ്ങനത്തെ ഒരു വൈബ് നമുക്ക് എൻജോയ് ചെയ്യാലോ. നാട്ടിലെ പൂരമൊക്കെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പൂര സീസൺ ആയില്ലേ, പൂരം എൻ്റെ ഓട്ടങ്ങളിലെ പരിപാടികളൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ മിനിമം നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ആളുകളുടെ ഇടയിലേക്ക് കുറച്ചു നേരം നിൽക്കാമല്ലോ. ഇവിടെ കുറച്ചുകൂടി നല്ല വൈബാണ് കേട്ടോ. അതായത് നമ്മൾ കഴിഞ്ഞ കൊല്ലം സിറ്റിയിൽ താമസിക്കുമ്പോൾ അവിടെ ലിറ്റിൽ പാർക്കിൽ അവിടെ ഒരു എന്താ പറയുക ചൈനീസ് ന്യൂ ഇയർ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഇതുപോലെ ഡ്രാഗൺ ഡാൻസ് കണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ കൊല്ലം ഡ്രാഗൺ ഇയർ ആയിരുന്നു. അപ്പോൾ അവിടെ നന്നായിട്ട് കുറേ നേരം പടക്കം പൊട്ടുന്നതും ഡ്രാഗൺ ഡാൻസും കണ്ടതാണ്. പക്ഷെ അതിനേക്കാൾ ഒരു ഡബിളാണ് ഈ ഭാഗത്ത്. കാരണം ബോക്സിൽ ഇതുപോലെ ചൈനീസ് ആളുകളും മാത്രത്തിൽ നമ്മുടെ ഏഷ്യൻ ആളുകളൊക്കെ ഒരുപാട് പേര് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ ന്യൂ ഇയർ സെലിബ്രേഷൻസ് കുറച്ചുകൂടി അടിപൊളിയാണ്. ഇന്ന് രാത്രി വരെ, അതായത് 12 മണി വരെ ഇവിടെ സെലിബ്രേഷൻ ഉണ്ട്. 9:30 ഇവിടെ ഫയർ വർക്ക് ഒക്കെ ഉണ്ടെന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഫയർ വർക്ക് അടുത്ത് കാണുമ്പോൾ ഒത്തിരി പേടിയുണ്ട്. ഞങ്ങൾ അത്ര നേരം നിൽക്കുമോ അറിയില്ല, കാരണം നമ്മൾ വൈകുന്നേരം ഇവിടെ വന്നേ. അപ്പോൾ നോക്കാം എന്താ ഉണ്ടാവാതെ, അല്ലെങ്കിൽ നമ്മൾ പതുക്കെ തിരിച്ചു പോകും.
Bye bye. Come on, here's our next winner. Hi, Ido. Come on, easy to play, easy to win. Two down, Deb. Two down. Come on, here's our next winner. Winner, sponsors here. Come on, don't be shy, don't walk on by, no waiting on tickets here. Come on, it's easy to play and easy to win. You've only got to match one number on the board. There's the next winner here. Come on, winner, sponsors Hi, here. Shrikuta. We want some more winners here. Hi, Ido. Hi, Ido. Come on, here's our next winner. Winners wanted here. You only got to match one number, dear. That's any number. Hi. Bye We're trying to bye. think of the stand, right? Yeah, think of ഹരിയേട്ടനും സാവിത്രി ഉണ്ടാവട്ടെ. ഇതും അവിടെ പാർക്കിൽ കളിക്കുക. അപ്പൊ അവര് ഇവിടെ കളിച്ചോണ്ടിരിക്കുക. ഞങ്ങൾ ഇവിടെ ഒരു റൈഡിന് വരാൻ വന്നാ. ഞങ്ങളുടെ ആദ്യത്തെ റൈഡർ രണ്ടുപേരും കൂടി മാത്രം. ഒരു വമ്പൻ റൈഡിലാണ് ഞങ്ങൾ കയറാൻ പോണത്. ഇത് അത്യാവശ്യം നല്ല പൊക്കത്തിന് പോണ ഒരു യന്ത്രവും ഞാനാ. കാണുമ്പോ അത്രയും സ്കേറി ആയിരുന്നു. പോയി നോക്കട്ടെ. മോളിൽ പോയിട്ട് എന്താവെന്ന് അറിയില്ല. ടെൻഷനൊക്കെ ഉണ്ട് ചെറുതായിട്ട്, പക്ഷെ നല്ല സേഫ് ആണ്. എല്ലാം ബെൽറ്റും ഇതൊക്കെ ഉണ്ട്. ക്യാമറ തന്നെ തിരിഞ്ഞു. ഓ മൈ ഗോഡ്. വാവ്, എന്തൊരു വ്യൂ ആ. ബാക്ക് മുകളില് സൂപ്പർ വ്യൂ അല്ലേ. അടിപൊളിയല്ലേ. അടിപൊളിയായിട്ടില്ലേ. അടിപൊളിയായിട്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ലൂണാർ ഫെസ്റ്റിവലിന്റെ വിശേഷങ്ങൾ. അപ്പൊ അങ്ങനെ ചൈനീസ് ന്യൂ ഇയറും കഴിഞ്ഞു. മൊത്തമായി ന്യൂ ഇയറുകൾ അവസാനിച്ചു. ഇനി അടുത്ത കൊല്ലമാണ് പുതിയ ന്യൂ ഇയറുകൾ. അപ്പൊ ബാക്കി ഈ കൊല്ലത്തെ വിശേഷങ്ങളും പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.